വർഷം രണ്ടായി ഫലസ്തീൻ ജനത ഇപ്പോൾ പട്ടിണിയും യാതനയും കൊടിയ പീഡനവും അനുഭവിക്കുന്നു. ഇതിൽ നിന്നും മുക്തി ലഭിക്കുന്നെങ്കിൽ അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് വെടിനിർത്തൽ കരാറിലേക്ക് വളരെ വ്യക്തമായി ഇസ്രയേലുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇസ്രയേൽ ഏകപക്ഷീയമായി അത് ലംഘിച്ചു. എന്നാൽ ഇസ്രയേലിന് കിട്ടാൻ പോകുന്ന തിരിച്ചടി എന്താണ് എന്നുള്ളതിൻ്റെ സൂചന കൃത്യമായി ഇറാൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഒരിക്കലും ഇനി സമാധാനം കാക്ഷിക്കാൻ പോകുന്നില്ല. ഇസ്രയേലിന് പണി വരുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നത് കാത്തിരുന്നോളൂ. നമുക്കറിയാം, ലെബനൻ അവർ സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനനോ ഹൂതി വിമതരോ അതല്ലെങ്കിൽ ഹിസ്ബുള്ളയോ ഹമാസോ ഒന്നും അവർക്ക് ഒരു വിഷയമേ അല്ല എന്നായിരുന്നു ഇത്രയും നാളും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ തിരിച്ചടി പല കോണുകളിൽ നിന്നും ഒരേ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആഗ്രഹിക്കുന്നത് പ്രോക്സി ഗ്രൂപ്പുകളുടെ ഒരുമിച്ചുള്ള പ്രത്യാക്രമണമാണ്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനും കൂടെ സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ശേഷിയില്ല. അമേരിക്ക ഇടപെട്ടാൽ, അമേരിക്ക കൂടുതൽ കുത്തിത്തിരിപ്പിനായി വന്നാൽ മറുപടി കൊടുക്കാൻ റഷ്യയും തയ്യാറായി നിൽക്കുകയാണ്. റഷ്യ എങ്ങനെയാണോ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചത്, അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറ്റവും ഉത്സാഹത്തോടു കൂടി തന്നെ ഈ ദൗത്യത്തിലും പങ്കെടുക്കും എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. ഈ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഓർമ്മ വേണം. ഇന്ത്യയിലാണെങ്കിൽ, നമ്മുടെ രാജ്യത്താണെങ്കിൽ ഭൂരിപക്ഷ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഗോദി മീഡിയകളായതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ശക്തമായ ഇറാൻ വിരുദ്ധ, ഫലസ്തീൻ വിരുദ്ധ നിലപാടുകൾ തന്നെയാണ്. സംഘികൾ എന്നും ഫലസ്തീൻ വിരുദ്ധരാണ്, ഇറാൻ വിരുദ്ധരാണ്. അവർക്കെല്ലാം ഇറാനിലെ മനുഷ്യർ ഫലസ്തീനിലെ മനുഷ്യരെ അവരെ ഒന്നും മനുഷ്യരായി പോലും കാണാൻ സംഘികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ആ മുസ്ലിം വിരോധത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇസ്രയേലിനോടുള്ള അമിതമായ സ്നേഹം. ഇസ്രയേൽ ഒരു ചതിയൻ രാജ്യമാണ് എന്നതും ഇസ്രയേലിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാകാത്തതാണെന്നും ഇസ്രയേലുമായി ഒരു ഡീൽ നടത്തിയാൽ ആ ഡീല് കാത്തു സൂക്ഷിക്കാൻ അവിടുത്തെ രാജ്യം, അവിടുത്തെ ഭരണകൂടം എങ്ങനെ തയ്യാറാകും, അതിലൊന്നും ഒരു രീതിയിലും നമുക്ക് ഉറപ്പ് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്നും നന്നായി അറിയുന്നവരാണ് ഈ സംഘപരിവാർ നേതാക്കൾ. എന്നിരുന്നാലും വേണ്ടില്ല, അവർ വംശഹത്യ നടത്തുന്നത് ഫലസ്തീനിലെ ജനതയാണല്ലോ, അവർ ആക്രമിക്കുന്നത് ഇറാനിലെ ജനതയാണല്ലോ, അവർ തകർക്കാൻ ശ്രമിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയാണല്ലോ. ഇങ്ങനെ വിചാരിച്ച് അങ്ങ് സംതൃപ്തി അടയുന്ന, സായുജ്യമടയുന്ന സംഘികളോട് എന്ത് കണക്കുകളാണ് നിരത്താനുള്ളത്?